പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ലൊരു പ്രഭാതം എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കി തരുമ്പോൾ ആ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ഹൃദയവും മനസ്സും ഒരുക്കി ഇന്നത്തെ പ്രഭാതത്തിൽ എൻ്റെ യേശുവിനോട് കൂടെ ഞാൻ ഇന്നായിരിക്കുമെന്ന് തീരുമാനത്തോടുകൂടെ നമുക്ക് കടന്നു പോകാൻ ഇടയാകട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വചനഭാഗത്ത്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സഹിഷ്ണുത അതിൻ്റെ പൂർണ്ണ ഫലം പുറപ്പെടുവിക്കട്ടെ. കർത്താവ് പറയാണ്, യാക്കോബ് ശ്ലീഹായിലൂടെ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന്. 1 കുറവില്ല, 2 തികഞ്ഞവര്, 3 സമ്പൂർണരും ആകേണ്ടതിന്. ഇതാ കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യമായത്. സഹിഷ്ണുത അതിൻ്റെ പൂർണ്ണ ഫലം പുറപ്പെടുവിക്കട്ടെ. 5-ാം വചനത്തിലേക്ക് പോകുമ്പോൾ, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവെന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. ജ്ഞാനം കുറവുണ്ടെങ്കിൽ അവനൊരു ജ്ഞാനവും ഇല്ല എന്നും നമ്മൾ കുറ്റപ്പെടുത്താതെ നമ്മൾ കർത്താവിനോട് ചോദിക്കട്ടെ, എനിക്ക് ജ്ഞാനം തരണമേ, എനിക്ക് അറിവ് തരണമേ, എനിക്ക് കൃപ തരണമേ, എനിക്ക് അഭിഷേകം തരണമേ, എനിക്ക് ശക്തി തരണമേ, അവിടുത്തെ മഹത്വം അങ്ങ് ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ. കാരണം ഈ വചനം നമുക്ക് കുറവില്ലാത്തവരായി മാറ്റുന്ന ഒരു വചനമാണ് നമ്മുടെ കർത്താവിൻ്റെ വചനം. ഏത് വിധേനയും ദൈവത്തിൽ പൂർണ്ണ മനസ്സും പൂർണ്ണ ഹൃദയവും പൂർണ്ണ ശക്തിയും പൂർണ്ണ ആത്മാവോടും പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണ ജീവിതം കർത്താവ് നമുക്കായി ഒരുക്കി തരുമ്പോൾ, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ ആത്മാവ് മുഖാന്തരം നമ്മൾ തികഞ്ഞവരായി സമ്പൂർണതയുടെ ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ കർത്താവാണ് നമ്മെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യനല്ല നമ്മളെ വിളിച്ചത് ദൈവമാണ്. എന്നെ വിളിച്ചത് എൻ്റെ കർത്താവാണ്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുണ്ടോ, പോരായ്മകളുണ്ടോ, അതെല്ലാം പരിഹരിക്കാൻ തക്കവണ്ണം അവൻ നമുക്ക് വേണ്ടി വഹിച്ചവനാ, സഹിച്ചവനാ, ഏറ്റെടുത്തവനാ. നമ്മുടെ പാപങ്ങൾ നമ്മളിൽ നിന്നും മായ്ച്ചു കളഞ്ഞവനാ. എന്തിനാ? എന്നെ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. എന്നിലുള്ള കുറവിനെ കർത്താവ് എടുത്തു മാറ്റിയിട്ട് എന്നിൽ ഒരു കുറവുമില്ലാത്ത പരിശുദ്ധാത്മാവിനെ എൻ്റെ അകത്തേക്ക് പകർന്നു തന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, പൂർണ്ണതയുള്ളവനായി മാറും, ശക്തിയുള്ളവരായി തീരും. അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ വെളിപ്പെടാൻ ദൈവം ഇടയാക്കും. ഒന്നിനും ഒരു കുറവ് വരുത്തുകയില്ലെന്നാ അവൻ പറഞ്ഞത്. കുറവുകളെയും പോരായ്മകളെയും എല്ലാം അവന്റെ കരങ്ങളിൽ വഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തികഞ്ഞവൻ ആക്കേണ്ടതിന്, പൂർണ്ണതയുള്ളവനാക്കേണ്ടതിന് നിന്റെ അപൂർണത മുഴുവനും ഞാൻ വഹിച്ചു കഴിഞ്ഞു. വിശ്വസിക്കാമോ? എൻ്റെ പാപങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാമോ? എൻ്റെ രോഗങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തു. ഞാൻ രോഗിയാണേ എന്ന് പറഞ്ഞ് നമ്മൾ ആരും വേദനിച്ച് നടക്കണ്ട. നമ്മുടെ രോഗങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. കാൽവരിയിൽ യേശു പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിന്റെ രോഗം വഹിച്ചു. കാൽവരിയിൽ സൗഖ്യം തന്നു, വിടുതൽ തന്നു, അനുഗ്രഹം തന്നു.
ഈ തന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളൊന്ന് ചേർത്ത് വെച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നിനും ഒരു കുറവ് വരുത്താത്ത എൻ്റെ കർത്താവേ, എൻ്റെ കുറവുകളെ മുഴുവനും അങ്ങ് ഏറ്റെടുത്ത് ഞാൻ തികഞ്ഞവനായി മാറേണ്ടതിന് അങ്ങ് എന്നെ ബലപ്പെടുത്തിയ കൃപയ്ക്കായിട്ടൊന്ന് നന്ദി പറഞ്ഞേ. എല്ലാം കർത്താവിന്റെ മുമ്പിൽ ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഇവിടെ വലിയ ദൈവപ്രവൃത്തി നടക്കും. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. യേശുവിന്റെ സമാധാനം നിങ്ങളെല്ലാവരുടെയും കൂടെ ഈ അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.